ഓണാഘോഷങ്ങൾ ലക്ഷ്യമിട്ട് നേരത്തെ തന്നെ മാരക ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിക്കുന്നതായി സൂചന. കർശന പരിശോധനകൾക്ക് മുമ്പായി MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. ഡൽഹിയിൽ നിന്നാണ് MDMA കേരളത്തിലേക്ക് എത്തുന്നതെന്ന് പോലീസ് പറയുന്നു. എറണാകുളം ആലുവയിൽ പിടികൂടിയ MDMA എത്തിച്ചതും ആഘോഷരാവുകൾക്കായാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ പിടികൂടിയ മാരക ലഹരികളെല്ലാം എത്തിച്ചത് ഓണാഘോഷം ലക്ഷ്യമിട്ടാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും എക്സൈസും പ്രത്യേകമായി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംയുക്ത പരിശോധനകളും ഉണ്ടാകും. ആലുവയിൽ 1 കിലോ MDMA പിടികൂടിയ സംഭവത്തിലും MDMA എത്തിച്ചത് ഓണാഘോഷം ലക്ഷ്യമിട്ടാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഡൽഹിയിൽ നിന്നാണ് MDMA കേരളത്തിലേക്ക് എത്തുന്നത്. സ്ത്രീകളും ഈ ലഹരി സംഘത്തിന്റെ ഇടനിലക്കാരാണ്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു 1 കിലോ MDMAയുമായി എത്തിയ ബംഗളൂരു സ്വദേശിനി സർമീൻ അക്തർ പിടിയിലായത്. വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് ട്രെയിൻ മാർഗം MDMA എത്തിച്ചത്. വിപണിയിൽ 3 കോടി രൂപ വരെ വില വരുന്നതായിരുന്നു പിടികൂടിയ മയക്കുമരുന്ന്. MDMA കൈപ്പറ്റാനെത്തിയ കൊച്ചി സ്വദേശി സഫീറും അറസ്റ്റിലായിരുന്നു. ആലുവ റൂറൽ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ഓണക്കാലത്ത് എക്സൈസും പോലീസും വ്യാപക പരിശോധന നടത്തുന്നതിനാൽ പരിശോധനകൾ ആരംഭിക്കുന്നതിന് മുമ്പ് സുരക്ഷിതമായി ലഹരി കടത്തി സ്റ്റോക്ക് ചെയ്യുകയാണ് ലഹരി മാഫിയ സംഘങ്ങൾ ചെയ്യുന്നത്. കൊച്ചി നഗരത്തിലെ പല ഭാഗങ്ങളിലും ലഹരി ഇടപാടുകൾ വ്യാപകമാണ്. അപ്പാർട്ട്മെന്റുകളും ലോഡ്ജുകളും കേന്ദ്രീകരിച്ചും ലഹരി വിൽപ്പനയുണ്ട്. പുതുവത്സരാഘോഷങ്ങൾക്കായി ലഹരി എത്തിക്കുന്ന സംഘങ്ങളിൽ ചിലത് നേരത്തെ പോലീസിന്റെയും എക്സൈസിന്റെയും വലയിലായിട്ടുണ്ടെങ്കിലും പ്രധാന കണ്ണികൾ ഇപ്പോഴും കാണാമറയത്താണ്. ജനം, കൊച്ചി.